ചില കഥകൾ വെറും കഥകളല്ല, അത് നമുക്ക് കൗതുകം സമ്മാനിക്കുന്ന കഥകൾ കൂടിയാവുകയാണ്. അത്തരത്തിലുള്ള ഒരു കൗതുക കഥയിലേക്ക് ആണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് കരിപ്പൂരിൻ്റെ മണ്ണിൽ തകർന്നു വീണ ആ എയർ ഇന്ത്യ വിമാനം ഓർക്കുന്നു. ആ എയർ ഇന്ത്യ വിമാനം ഇപ്പോൾ എവിടെയുണ്ട്? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല, എവിടെയോ ഉണ്ടാകും, അങ്ങനെയല്ലേ മറുപടി. എന്നാൽ അത് നമ്മുടെ കേരളത്തിൽ പാലക്കാട് പട്ടാമ്പിയിലെ ഒരു ആക്രി വിപണിയിലാണ്. 21 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ ദുരന്തമായിരുന്നു. അതിൻ്റെ ഒരു റിമെയിൻസ്, അവശിഷ്ടങ്ങൾ, അത് ഓങ്ങല്ലൂർ, അതായത് പട്ടാമ്പിയിലുള്ള ഓങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാരക്കാട് പാറപ്പുറത്തെ ഒരു ആക്രിയാടിൽ ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. ആ സംഭവം 2020 ഓഗസ്റ്റ് 7 രാജ്യം നടുങ്ങിയ അപകടം നടക്കുന്ന കോവിഡ് മഹാമാരി കാലത്ത് ദുബായിൽ നിന്നും പ്രവാസികളെയും കൊണ്ട് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് എത്തിയതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 737-800 വിമാനം. അതിൽ 184 യാത്രക്കാരുണ്ടായിരുന്നു, 6 ജീവനക്കാരുണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയമാണ്. കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിയന്ത്രണം വിട്ട വിമാനം താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 പിളരുകയായിരുന്നു. 21 പേർക്ക്, പൈലറ്റുമാരടക്കം 21 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അതിനെ തുടർന്നുള്ള നിയമ നടപടികളും ഒക്കെ പൂർത്തിയായതിനു ശേഷമാണ് ഈ തകർന്ന വിമാനം വിൽക്കുക എന്ന ആശയത്തിലേക്ക് എയർ ഇന്ത്യ ഓൺലൈൻ ടെൻഡർ വിളിച്ചത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ലേലത്തിൽ പങ്കെടുത്തു. ഒടുവിൽ ഓങ്ങല്ലൂർ കാരക്കാട്ടെ ഒരു പ്രമുഖ ആക്രി വ്യാപാരിക്ക് ലേലം കിട്ടി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വിമാനം ആക്രിയായി പൊളിക്കുന്നത്. ദുരന്തത്തിൻ്റെ വൈകാരികമായ വശങ്ങൾ കണക്കിലെടുത്ത് വ്യാപാരി തൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സൂക്ഷിച്ചിരുന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വലിയ കണ്ടെയ്നറുകളിലാക്കിയാണ് പട്ടാമ്പിയിൽ എത്തിച്ചത്. ഏകദേശം 45 ടണ്ണിലധികം തൂക്കമുള്ള ലോഹ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത്. വിമാനത്തിൻ്റെ പ്രധാന യന്ത്രഭാഗങ്ങൾ നേരത്തെ തന്നെ അധികൃതർ നീക്കം ചെയ്തതിന് ശേഷമാണ് ലേലത്തിനെടുത്ത വ്യക്തിക്ക് വിട്ടു നൽകിയത്. നിലവിൽ വിമാനത്തിന്റെ അലുമിനിയം പാനലുകൾ, ചെമ്പ് കമ്പികൾ, പിച്ചള, പ്ലാസ്റ്റിക് ഇതെല്ലാം ഓരോന്നായിട്ട് വേർതിരിക്കുകയാണ്. ട്യൂബ് ലൈറ്റുകൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ പൊളിക്കുന്ന കേരളത്തിലെ വലിയ ആക്രി കേന്ദ്രങ്ങളിലൊന്നാണത്രേ പട്ടാമ്പിലെ കാരക്കാട്. എന്നാൽ ഒരു വിമാനം ഇവിടെ എത്തിയത് അവിടെ തൊഴിലാളികൾക്കിടയിൽ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ആകാശത്ത് പറന്നുയർന്നിരുന്ന 100 കണക്കിന് യാത്രക്കാരുടെ സ്വപ്നങ്ങളെ വഹിച്ച ഒരു വിമാനം അല്ലേ, അത് ഇന്ന് വെറും ലോഹ കഷ്ണങ്ങളായിട്ട് തങ്ങളുടെ മുന്നിൽ കിടക്കുന്നു. കരിപ്പൂർ ദുരന്തത്തിൻ്റെ ഒരു അവസാനത്തെ ഒരു അധ്യായം കൂടിയാണ് പട്ടാമ്പിയിൽ തൊഴിലാളികൾക്ക് മുന്നിൽ പട്ടാമ്പിയിലെ ആ ഒരു ആക്രിക്കടയിൽ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയായാലും ശരി, നമുക്കിനി ഏത് പ്രായം ഉണ്ടെങ്കിലും ശരി, നമ്മളൊക്കെ എത്ര തവണ വിമാനത്തിൽ കയറി ആ വിമാനയാത്ര ആസ്വദിച്ചിട്ടുണ്ട് എങ്കിലും ശരി, ആകാശത്തുകൂടി ഒരു വിമാനം പോകുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോഴും ആകാശത്തേക്ക് തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ആ കൊച്ചുകുട്ടിയെ ഏത് പ്രായത്തിലുള്ളവർ മാറും. അപ്പോൾ പിന്നെ അവിടെ കൺമുന്നിൽ ഒരു വലിയ വിമാനം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റുന്ന ജോലിയും നിർവഹിക്കുക, അത് കാണാനുള്ള അവസരവും കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കൗതുകം നിറഞ്ഞ കഥയല്ലേ. അതാണ് പറഞ്ഞത്, ചില കഥകൾ വെറും കഥകളല്ല, കൗതുകം നിറഞ്ഞതും കൂടിയാണ് എന്ന്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.